ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗ്രേസിയമ്മയാണെങ്കിൽ ടോണിയുടെ വീട്ടിലേക്ക് വിളിക്കുക. ടോണിയുടെ അച്ഛനായിരിക്കും കേട്ടോ ഫോൺ എടുക്കുന്നത്. ആരാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പാലാരിവട്ടത്തിൽ നിന്ന് വിളിക്കാമെന്ന് പറയും. നിങ്ങൾക്ക് എന്താ പേരില്ലേ? ഒരു ബിസിനസ്സുകാർ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ടോണി ഒന്ന് കിട്ടുമെന്ന് ചോദിക്കുകയാണ്. ശരി, അവനിപ്പോൾ ഇവിടെ ഇല്ല. അവൻ വന്നാൽ ആര് വിളിച്ചെന്ന് പറയണമെന്ന് ചോദിക്കുമ്പോൾ ഒരു ബിസിനസ് പാർട്ടി വിളിച്ചതാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഗ്രേസിയമ്മ മാമച്ചൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ടോണിയെ കിട്ടിയിട്ട് തന്നെ കാര്യമുള്ളൂ, മറ്റാരെയും കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ എന്ന്. അതിനുശേഷം കൊല്ലപ്പള്ളിക്ക് ഗംഗാധരനും രാജീവും ശിവനും കൂടെ എത്തുകയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹരി ആണെങ്കിൽ നോക്കിയിരിക്കുക കേട്ടോ, അവർ വരുന്ന കാത്ത്. അലീനയെ തട്ടിക്കൊണ്ടുപോയത് എന്താന്ന് ചോദിക്കാനുള്ള ആ ശുഷ്കാന്തിയിൽ അവരോട് പോയി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണിതരാണല്ലോ, എവിടെയായിരുന്നു എന്ന്. അപ്പോൾ ആ സമയത്ത് ഗംഗാധരനും ശിവനും ഉള്ളിലേക്ക് പോവും. ആ സമയത്ത് രാജീവന്റെ അടുത്ത് ചോദിക്കൂട്ടോ ഹരി, കൊച്ചച്ച ഇന്നലെ എന്തായി കാര്യങ്ങള്, മിഷൻ സക്സസ് ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മിഷനോ, ഏത് മിഷൻ എന്ന് ചോദിക്കാണ്. അലീനയെ തട്ടിക്കൊണ്ടുപോയി ബാർഗെയിൻ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറയാം, എനിക്ക് ഒന്ന് ഉറങ്ങിയാൽ മതി, ഒരു പോള കണ്ണടച്ചിട്ടില്ല എന്ന് പറയട്ടോ രാജീവൻ. ഇന്നലെ വൈകിട്ട് വരെ നിങ്ങളെവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും കടപ്പാട്ടൂരിക്കും ഇങ്ങനെ ഓടി നടക്കുമല്ലായിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം അവിടുന്ന് സ്കൂട്ടാവാണ്. ആ സമയത്ത് നമ്മുടെ ഹരി ചോദിക്കും, അപ്പം ഇന്നലെ ഒന്നും നടന്നില്ലേ? അല്ലല്ല, എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, അത് സത്യമാണ് എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയുടെ ആ ഒരു വീട്ടിലേക്ക് ഒരാൾ വന്ന് കയറുകയാണ് കേട്ടോ, കാറിൽ. അങ്ങനെ അയാൾ നേരെ മാമച്ചൻ്റെ വീട്ടിലേക്ക് കയറുന്നു. അപ്പോൾ ഗ്രേസിയമ്മയായിരിക്കും അതിലോർക്കുക. ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് രമേശൻ നായർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ, ആരാ, മാമച്ചനെ കാണാൻ വന്നതാണോ എന്ന്. അപ്പോൾ അയാൾ ചോദിക്കും, മാമച്ചൻ ആരാന്ന്? അത് ശരി, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു വേലയ്ക്ക് ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ വേലക്കാരിയായിട്ട് നിർത്തിയിട്ടൊന്നുമില്ല, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഇത്രയും വലിയ വീട്ടിൽ ഇരിക്കാനൊന്നും സ്ഥലമില്ലേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗ്രേസിയമ്മ അയാളെ വിളിച്ച് അകത്തേക്ക് കയറ്റുന്നു. എന്നിട്ട് മാമച്ചായനെ വിളിക്കുകയാണേ. അങ്ങനെ മാമച്ചായൻ എത്തുന്നു. അങ്ങനെ മാമച്ചായൻ വന്നിട്ട് അയാളോട്, ആരാ, എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോൾ ഞാൻ കഴക്കൂട്ടത്ത് നിന്ന് വരിക, സ്നേഹനികേതൻ എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതിപ്പോൾ ഇല്ലല്ലോ എന്ന് പറയട്ടോ നമ്മുടെ മാമച്ചായൻ. അതില്ല, അവിടുത്തെ ഒരു കോൺവെന്റിലെ സിസ്റ്റർ തന്ന അഡ്രസ്സാ ഇവിടുത്തെ, അതാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോൾ സ്നേഹനികേതനം അടച്ചു പൂട്ടിയപ്പോൾ അവിടുത്തെ പെൺകുട്ടികളെ കുറെ പേരെ വീട്ടിലേക്ക് അയച്ചു, കുറെ പേരെ ഓർഫനേജിലേക്കും. അതിലൊരു കുഞ്ഞ് ഇവിടേക്കാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അഡ്രസ്സാ തന്നെ. ഇവിടെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടോ എന്ന് ചോദിക്കുകയാണെ. ഇവിടെ അങ്ങനെ ഒരു വേലക്കാരി ഒന്നായിട്ട് വെച്ചിട്ടില്ല, എന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണെന്ന് സംശയം നിന്ന്. അപ്പൊ തന്നെ മാമച്ചൻ ചോദിക്കും, നിങ്ങളെ വീട്ടിലെ കുട്ടിയെ നിങ്ങൾക്ക് കണ്ടാ അറിയത്തില്ലേ? അങ്ങനെ ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ആ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവിടുത്തെ കുട്ടിയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ രേവതി കുട്ടി എന്ന് പറയും. അങ്ങനെ എന്തോ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ നമ്മുടെ മാമച്ചായന് ഒരു സംശയം തോന്നിയിട്ട് ചോദിക്കും, നിങ്ങളെ വീട്ടിലെ കുട്ടിയെ കാണാതായിട്ട് നിങ്ങൾ ആ കുട്ടിയെ ഇതുവരെ കണ്ടിട്ടുമില്ല, അതെങ്ങനെ ശരിയാവും എന്ന് പറയുമ്പോൾ അയാൾ പറയും, അതങ്ങനെ കാണാതായതൊന്നല്ല, അത് വലിയൊരു കഥയാണെന്ന്. ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഗ്രേസിയമ്മ പറയും, ആ കുട്ടി ഇവിടെ ഇല്ല, ഒരു സ്ഥലത്ത് വരെ പോയിരിക്കാന്ന്. അപ്പോൾ രമേശൻ നായർ പറയുന്നുണ്ട്, ഞാനേ ഒരുപാട് ദൂരെ നിന്ന് വരിക, ഞാൻ വെയിറ്റ് ചെയ്തോളാം, ഒരുപാട് അസുഖങ്ങളുണ്ട് എനിക്ക്, അങ്ങനെ യാത്രയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഗ്രേസിയമ്മ കുടിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അടുക്കളയിലേക്ക് പോകുന്ന നേരത്ത് മാമച്ചായനെയും കൂടെ കൂട്ടുന്നുണ്ട് കേട്ടോ. അടുക്കളയിലേക്ക് എത്തിയപ്പോഴേക്കും നമ്മുടെ ഗ്രേസിയമ്മയ്ക്ക് ദേഷ്യം കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, അവള് കോളേജിലേക്ക് പോയതല്ലേടി, പിന്നെ എന്തിനാ നീ കള്ളത്തരം പറഞ്ഞതെന്നെ? അയാളോട് സത്യമേ പറയാവോ എന്നൊന്നും ഇല്ലല്ലോ, അയാൾ ഇവിടുത്തെ കോടതി ഒന്നല്ലല്ലോ, അയാളുടെ കുടുംബത്തിൽ തന്നെ ഏതോ ഒരു കുട്ടിയെ കാണാതായതിൽ ഇങ്ങോട്ടാണോ അന്വേഷിച്ച് വരണ്ടേ എന്ന് ചോദിക്കും. അവളെ കണ്ടാലേ അയാൾ പറയും അയാളുടെ കുടുംബത്തിലെ കുട്ടിയാണ് അതെന്ന്, പിന്നെ നമുക്കൊരു അവകാശം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ തന്നെ കുഴിയിലേക്ക് കാല് നീട്ടിയ ഈ അവസരത്തിലാണോ അയാൾ കുട്ടിയെ അന്വേഷിച്ച് വരേണ്ടത്? അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, അയാള് കുറെ കാലമായിട്ട് അന്വേഷിക്കുന്നുണ്ടാവും, ഇപ്പോഴായിരിക്കും അതിനൊരു തുമ്പ് കിട്ടിയത് എന്ന്. അങ്ങനെ ഇപ്പോൾ തുമ്പ് വാലായിട്ടൊന്നും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗ്രേസിയമ്മ. അപ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടിയെ ദത്തെടുക്കാനാണെങ്കിൽ അയാൾ ഈ പ്രായത്തിൽ ഇതിന് ഇറങ്ങി തിരക്കുമോ ഗ്രേസിയമ്മേ? ചിലപ്പോൾ ഇത് അയാളുടെ കുട്ടി തന്നെ ആണെങ്കിലോ എന്ന്. അപ്പോഴേക്കും നമ്മുടെ ഗ്രേസിയമ്മയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് പറയും, അല്ല, ഇതൊന്നല്ല, അവളുടെ ഒരു ചായ അയാളുടെ മുഖത്ത് കാണുന്നില്ല. ഇനി അയാൾ രേവതിക്കുട്ടിയുടെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ ഞാൻ അയാൾക്ക് ഈ ചായയിൽ വിഷം കലക്കി കൊടുക്കും എന്ന് പറയുമ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ഗ്രേസിയമ്മേ, ഈ വയസ്സാം കാലത്ത് നമ്മൾ രണ്ടുപേരും കൂടി ജയിലിൽ കിടക്കുന്ന കാര്യം നീ ഒന്ന് ഓർത്തേ, ഞാനായിട്ട് ഇനി അയാളെ പറ്റി ഒന്നും പറയുന്നില്ല എന്ന് പറയാണ്.